അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. നിങ്ങളെപ്പോലത്തെ മനുഷ്യനല്ല, ഞാൻ വഹി കിട്ടുന്ന മനുഷ്യനാണ്. വഹി കൊണ്ടുവരുന്നത് മലക്കാണെന്ന് നിങ്ങൾക്കറിയില്ലേ? മലക്കിനെ കാണാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യനായ കഴിയൂലല്ലോ, നിങ്ങളെപ്പോലത്തെ കാഴ്ച കൊണ്ട് കഴിയൂലല്ലോ, നിങ്ങളെപ്പോലത്തെ കേൾവി കൊണ്ട് കഴിയൂലല്ലോ, നിങ്ങളെപ്പോലത്തെ പ്രകൃതി കൊണ്ട് കഴിയൂലല്ലോ. അതുകൊണ്ട് വഹി കിട്ടുന്ന മനുഷ്യനാണ് ഞാൻ എന്ന് പറയൂ നബിയേ. പരിശുദ്ധ ഖുർആൻ അസംഖ്യമായി പറയാൻ നബി തങ്ങളോട് കൽപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിനെതിരെ അതേ മുഹമ്മദ് നബി നിങ്ങളെ പോലെ കേവലം സാധാരണ മനുഷ്യൻ മാത്രമാണെന്ന് പറയുന്നത് നബി തിരുമേനിക്ക് അവതീർണം വിശുദ്ധ ഖുർആനാണെന്ന് ഈ പത്രത്തിൽ ലേഖനം എഴുതിയ മനുഷ്യൻ ആ അബ്ദുല്ലാഹിബ്നു ഉബയ്യിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവനാണെന്നതിൽ ആശയരംഗത്ത് സംശയമുണ്ടോ മുസ്ലിമീങ്ങളെ? ഇനിയും ഞാനൊരു കാര്യം പറയട്ടെ, ഖുർആൻ തന്നെ മറിക്കൂ നിങ്ങൾ. യാ നിസാ അന്നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ. നബിയുടെ ഭാര്യമാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപത്നിമാരായ ഭാര്യമാർ, നബിതങ്ങളുമായുള്ള ബന്ധമെന്താണ്? രക്തബന്ധമല്ല, മറിച്ച് അവിടുന്ന് വിവാഹം കഴിച്ച ബന്ധമാണ്. ആ ഭാര്യമാരോട് തന്നെ പറയാൻ നബിതങ്ങളോട് ഖുർആൻ പറയുന്നു, യാ നിസാ അന്നബി, നബിയുടെ ഭാര്യമാരെ, ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, മറ്റൊരു സ്ത്രീകളെ പോലെയുമല്ല നിങ്ങൾ. നബിയുടെ ഭാര്യമാർ മറ്റ് സ്ത്രീകളെ പോലെയല്ലെന്ന് പരിശുദ്ധ ഖുർആൻ. ഇനിയോ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കേവല സാധാരണ മനുഷ്യനല്ല. ഖുർആൻ പറയുന്നു ഔലാ ബിൽ മുഅ്മിനീന. മുനാഫിഖീങ്ങളെ വാദം എന്താണ് എന്ന് നമ്മൾ നോക്കണ്ട, നിരീശ്വരവാദികളെ വാദം നോക്കണ്ട, അവിശ്വാസികളെ വാദം നോക്കണ്ട, അബ്ദുള്ള മൗലവിന്റെ വാദം നോക്കണ്ട, ജമാഅത്തുകാരന്റെ വാദം നോക്കണ്ട. നമുക്ക് നോക്കാനുള്ളത് ആരതാണ്? ഖുർആനാണ്. ഖുർആൻ പറയുന്ന ഈമാനുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ ലോകത്താരെങ്കിലും ഉണ്ടോ സ്വന്തം ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടവർ? അതുകൊണ്ട് തീർന്നില്ല. വഅസ്വാജുഹു ഉമ്മഹാതുഹും, നബിയുടെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ്. ഓ അബ്ദുള്ള മൗലവിയേ, ചിലപ്പോ നിങ്ങൾ ഇനി അങ്ങ് എഴുതുമെന്ത്? നബിയുടെ ഭാര്യമാര് സത്യവിശ്വാസികളെ ഉമ്മമാരാണെന്ന് പറഞ്ഞ് മടയത്തരമാണ്. കാരണം പെണ്ണുങ്ങളൊന്നും ഇവരെ പ്രസവിച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്ക് അങ്ങനല്ലേ മടയത്തരം കാണല്? എന്നാ ചോദിക്കട്ടെ, അതും നിങ്ങളെ വിവരക്കേടാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഭാര്യമാർ വെറുതെ പറഞ്ഞതല്ല ഖുർആൻ, അത് ഉമ്മമാരാണെന്ന്. കാരണം ഉപ്പാപ്പയുടെ ഭാര്യ ഉമ്മയല്ലേ, ബാപ്പയുടെ ഭാര്യ ഉമ്മയല്ലേ? ബാപ്പ വിവാഹം കഴിച്ചവരെ വിവാഹം കഴിക്കാൻ മക്കൾക്ക് പറ്റുമോ? ഇല്ലല്ലോ, ഉമ്മയുടെ സ്ഥാനത്തല്ലേ. അത് തന്നെയാ സുഹൃത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ഉപ്പാപ്പയാണ്. ഇവിടെ ശാരീരിക ലോകത്തല്ല, ആത്മീയ ലോകത്ത് ആദ്യമായി പടക്കപ്പെട്ട നേതാവാണത്. ആ ആത്മീയമായി ഒന്നാമത് പടക്കപ്പെട്ട നേതാവിന്റെ ആത്മീയ രംഗത്തുള്ള സന്തതികളാണ് മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് തന്നെ ഉപ്പാപ്പയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അന്ത ഉമ്മുൻ അം അബൂ മറഅയ്ന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. വടകരയിൽ ഓരോ വീട്ടിലും കല്യാണത്തിന്റെ തലേ ദിവസം പോലും മങ്കൂസ് പോലും തോന്നുമ്പോ ഇവരൊക്കെ കാഫറായി പോയി എന്നും പറഞ്ഞ് നടന്നിട്ട് വടകര വന്ന് ഫിത്ന ഉണ്ടാക്കുന്ന മുജാഹിദേ, മറ്റ് നാടുകളിൽ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുന്ന പുത്തൻവാദി, നീ ശരിക്കും മനസ്സിലാക്കി വെച്ചോ. നീ ഖുർആൻ പഠിച്ചിട്ടില്ല, നീ ഹദീസ് പഠിച്ചിട്ടില്ല, നിനക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയും അല്ലാഹു തന്നിട്ടില്ല. തന്നിരുന്നുവെങ്കിൽ നീ മുൻഗാമികളെ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ മറികടക്കുന്ന വിധത്തിൽ നീ ഒരിക്കലും ചീത്ത പറയില്ലായിരുന്നു. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചതാ. എന്താണത്? ഉപ്പാപ്പ കുരങ്ങനാണ്, അച്ചാച്ചൻ കുരങ്ങനാണ്. അതിനെയും മറികടന്നു പോയി പുത്തൻവാദികള്. ആ ഡാർവിൻ പറഞ്ഞിട്ടില്ല ഉപ്പാപ്പ നരകത്തിലാണ്.
മറിച്ച് ഡാർവിനെയും കൂടി മറികടക്കുന്നൊരു സിദ്ധാന്തം, ഞങ്ങളെ ഉപ്പാപ്പമാരെല്ലാം നരകത്തിലാണ്. ഇന്നാലില്ലാ. ഈ വാദവുമായി അവിടെയും ഇവിടെയും നടന്ന് പണം ചെലവഴിച്ച് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കുന്ന പുത്തൻവാദികളെ നിങ്ങൾ ശരിക്കൊന്ന് നോക്കൂ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മഹത്വം നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, അവിടുത്തെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടുന്ന് ഉപ്പാപ്പയും ഉമ്മയും ഒന്നും ആ സ്ഥാനത്തെത്തൂല. എന്തുകൊണ്ടെന്നാൽ റഹ്മത്തുൽ ലിൽ ആലമീൻ, സർവ്വലോകത്തിനും അനുഗ്രഹം, സർവ്വലോകത്തിനും കാരുണ്യം. അങ്ങനെ വേറെ ഒരാളില്ലല്ലോ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അങ്ങനെ വേറെ ആളുണ്ടെന്ന് പറഞ്ഞ വേറൊരു കൂട്ടരുണ്ട്. അതാരാണെന്ന് ഉസ്താദ് അവർകൾ പറയട്ടെ. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല, കാരണം അത് ഉറുദു പുസ്തകത്തിലാണുള്ളത്. അത് ഉസ്താദിന് ഉറുദുവിൽ നല്ല പാണ്ഡിത്യമുണ്ട്, എനിക്ക് ആ പാണ്ഡിത്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. റഹ്മത്തുൽ ലിൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാത്തവർക്കും പറയുമെന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. അല്ലാഹുവേ, നല്ല ഉദ്ദേശത്തോടെ അവരെ കൂടെ തന്നെ നടന്ന് തസ്ബീഹ് മാലയും കയ്യിൽ പിടിച്ച് പെട്ടുപോയ ചില ആളുകളുണ്ട്. അവർക്കും ഈ സുന്നത്ത് ജമാഅത്തിലെ പണ്ഡിതന്മാർ എന്ത് പറയുന്നുവെന്ന് ബോധ്യപ്പെടുത്തി അവരെയും നന്നാക്കണം റഹ്മാനേ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഓർക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പാപ്പയാണ്, ഏറ്റവും വലിയ ഒന്നാമത്തെ സൃഷ്ടിയാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ഖുർആൻ മങ്കൂസ് മൗലിദിൽ അതുണ്ട്. അത് പറഞ്ഞാൽ ചിലർക്ക് പിടിക്കൂല. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദാ. ഓ ഉമ്മമാരെ, നിങ്ങൾ മങ്കൂസ് മൗലിദ് നിർത്തണ്ട. മങ്കൂസ് മൗലിദ് അറിയാത്തവൻ വന്നതിനെ വിമർശിക്കും, അതിന്റെ പേരിൽ നിങ്ങൾ മങ്കൂസ് മൗലിദ് നിർത്തണ്ട. തുടരെ ഓദിക്കൂ. സുബ്ഹാനല്ലദീ, ഒരുത്തൻ പരിശുദ്ധനാണ്, അല്ലാഹ് പരിശുദ്ധനാണ് എന്ന് പറയുന്നത് നമ്മൾ നിർത്തേണ്ടതുണ്ടോ? അല്ലാഹ് പരിശുദ്ധനാണ് എന്നാണ് അതിന്റെ തുടക്കം, അത് നിർത്തേണ്ട കാര്യമാണോ? സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി, റബീഉൽ അവ്വൽ മാസത്തിൽ ഉദിപ്പിച്ചവനാണ് അവൻ. ആരെ? ശഹ്റ റബീഉൽ അവ്വലിനെ ഖബറ നബിയിൽ ഹുദാ, സന്മാർഗത്തിന്റെ ചന്ദ്രനായ മുഹമ്മദുർ റസൂലുള്ളാഹി. ലോകത്തിന് വെളിച്ചം നൽകുന്ന വ്യക്തിക്ക് ഖമർ എന്ന പേര് കിട്ടൽ സ്വാഭാവികമാണ്. ഖമറുൽ ഉലമ എന്ന പേര് കെട്ടി വിഷമിക്കുന്നവരില്ലേ, അല്ലാഹു അവർക്കും നീ അവരെ മനസ്സ് തന്നാക്കണം റഹ്മാനേ. ഓ മുഅ്മിനീങ്ങളെ, ഖമറ നബിയിൽ ഹുദാ, സന്മാർഗത്തിന്റെ പ്രവാചകനായ ആ പരിപൂർണ ചന്ദ്രനെ ഉദിപ്പിച്ച മുഹമ്മദ് അല്ലാഹു പരിശുദ്ധനാണ്. മങ്കൂസ് മൗലിദിന്റെ തുടക്കമാണത്. ഉദിച്ചു എന്നാ പറഞ്ഞത്. ഉദിക്കണമെങ്കിൽ ആദ്യം തന്നെ ഉണ്ടാകണ്ടേ. ആദ്യമില്ലാത്തതാണോ പിന്നെ ഉദിക്കുന്നത്? സൂര്യനും ചന്ദ്രനൊക്കെ ഉദിക്കാൻ തന്നെ അന്ന് സാധനം ഉണ്ടാകലാണോ, അല്ല മുമ്പുള്ളത് ഉദിക്കലാണോ? അതേ നേരത്തെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ആ മങ്കൂസ് മൗലിദിൽ പറഞ്ഞു വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദാ. സർവ്വലോകത്തെയും പടക്കുന്നതിന് മുമ്പ് അവിടുത്തെ ആത്മാവിനെ, അവിടുത്തെ ഒളിവിനെ, അവിടുത്തെ പ്രകാശത്തെ അല്ലാഹ് പടച്ചു വെച്ചിട്ടുണ്ട്. അത് മങ്കൂസ് മൗലിദല്ലേ മുസ്ലിയാരെ? എന്നാ മറിക്കൂ മൗലവി പരിശുദ്ധ ഖുർആൻ. ഖുർആൻ മറിക്കൂ, അപ്പൊ നിനക്ക് കാണാം. നമ്മൾ വജ്ജഹ്തു ഓതുമ്പോ വജ്ജഹ്തുവിന്റെ അവസാനം ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണെന്നല്ലേ പറയാറ്? അങ്ങനെ പറയാനല്ലേ കൽപ്പന. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാന്റെ കൽപ്പന ഖുൽ ഇന്ന സലാത്തി വനുസുകി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ കൽപ്പന എന്താണ്? പറയൂ നബിയേ, വഅന അവ്വലുൽ മുസ്ലിമീൻ. ഖുർആന വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ അല്ലാഹുവിന് കീഴ്പ്പെട്ട മനുഷ്യരിൽ ഒന്നാമത്തെ വ്യക്തിയാണെന്ന് പറയൂ നബിയേ. ഇവിടെ സംശയം വന്നില്ലേ? കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം ഒക്കെ കഴിഞ്ഞു പോയില്ലേ? പിന്നെ എങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമനാകും? ഈ ആയത്തിന്റെ തഫ്സീർ ഖുർത്തുബി നോക്കൂ മുതഅല്ലിമീങ്ങളെ. അപ്പൊ നമുക്ക് കാണാം, ഇമാം ഖുർത്തുബി ഉദ്ധരിക്കുകയാണ് ഖതാദ റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീർ.
അത് ശരിയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പേ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പേ, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പേ ഒന്നാമത്തെ മുസ്ലിം അല്ലാഹുവിന്റെ റസൂലാണ്. കാരണം ലിഅന്നഹു അവ്വലുൽ അംബിയായി ഖൽഖൻ വആഖിറുഹും ബഅസാ. ആദ്യമായി അല്ലാഹു പടച്ചത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശമാണ്. അവസാനം നിയോഗിക്കപ്പെട്ടത് മുഹമ്മദ് നബി തങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സൃഷ്ടി അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഖുർആൻ സാക്ഷിയാണ് കേട്ടോ. അതുകൊണ്ടാ പറഞ്ഞത് ഞാൻ ഒന്നാമത്തെ മുസ്ലിമാണെന്ന് പറയൂ നബിയെ. കള്ളം പറയാൻ അല്ലാഹു പറഞ്ഞതല്ല, സത്യമേ ഖുർആനിലുള്ളൂ, സത്യമേ നബി തങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളൂ, അത്രേ പറയുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ഇദ്ദേഹം പ്രയോഗിച്ചൊരു പ്രയോഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബോഡി വേസ്റ്റ് എന്നാണ് അദ്ദേഹം റസൂലുള്ളാഹിന്റെ അസറിനെ കുറിച്ച് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് വരാമോ അത്? നിങ്ങൾ മറിക്കൂ സഹീഹുൽ ബുഖാരി. ബുഖാരിയിൽ എന്താ ഉള്ളത്? ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ കുപ്പിയും കൊണ്ടുവരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് കുപ്പിയിലാക്കി ശേഖരിക്കുന്നു. ആ ശേഖരിക്കുന്നത് കണ്ടപ്പോ എന്തിനാ ഉമ്മു സുലൈമേ? അത്വയബുത്തീബ്, ലോകത്തുള്ള മുഴുവൻ സുഗന്ധങ്ങളെയും വെല്ലുന്ന സുഗന്ധമാണ് നബിയെ അവിടുത്തെ വിയർപ്പ്. അതിനേക്കാൾ സുഗന്ധമുള്ള മറ്റൊരു സുഗന്ധം ലോകത്തില്ല. വനർജൂ ബറകതഹു ലിസിബിയാനിനാ, ആ സുഗന്ധമായ വിയർപ്പ് തൊട്ട് പൊരുട്ടിക്കൊടുത്ത് ബറക്കത്തെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നബിയെ എന്ന് അതാ ഉമ്മു സുലൈം ബീവി പറയുമ്പോ എന്റെ ബോഡി വേസ്റ്റ് ആണ് എന്ന് റസൂലുള്ള പറഞ്ഞോ? മുസ്ലിമേ, ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെയുള്ള ഹദീസല്ലേ ഞാൻ പറയുന്നത്. ഇനി ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഉമിനീര് അതാ ഖൈബറിലേക്ക് പോകുന്ന അലി റളിയല്ലാഹു അൻഹു ചെങ്കണ്ണ് രോഗം മാറാൻ അതങ്ങ് തൊട്ട് പുരട്ടിക്കൊടുത്തപ്പോ ചെങ്കണ്ണ് രോഗം മാറിയില്ലേ? ആ ഉമിനീര് 1000-ഓളം ആളുകൾ, അതേ 10 ആളുകൾക്ക് തിന്നാനില്ലാത്ത ഭക്ഷണം ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലുണ്ടാക്കിയപ്പോ ആ ഉമിനീരൽപ്പം ചേർത്തപ്പോ 1000-ഓളം ആളുകൾ തിന്നിട്ടും ഭക്ഷണം ബാക്കിയായി എന്ന് ബുഖാരിയിലില്ലേ? സഹീഹുൽ ബുഖാരിയിലില്ലേ? മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഓർക്കണം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീരും അവിടുത്തെ വിയർപ്പും അവിടുത്തെ രോമവും അവിടുത്തെ ബന്ധപ്പെട്ട വസ്തുക്കളും സഹാബത്ത് അംഗീകരിച്ചതെങ്ങനെ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെങ്ങനെ? അവിടുന്ന് തന്നെയല്ലേ ആ ഭക്ഷണത്തിൽ ഉമിനീര് ചേർത്തത്? അല്ലാഹുവിന്റെ റസൂൽ ചേർത്തപ്പോ 1000 ആളും കഴിച്ചിട്ട് ബാക്കി വന്നില്ലേ? വേണമെങ്കിൽ അബ്ദുള്ള മൗലവി പറയും എന്റെ ഉമിനീര് ചേർത്താലും അങ്ങനെ തന്നെയാണ്. ശരിയാണ്, കാരണം ഒരൊറ്റ മനുഷ്യൻ തൊടൂല, അങ്ങനെ ബാക്കിയാകും. ഇതങ്ങനെയല്ല. 1000-ഓളം പട്ടിണി കിടക്കുന്നവര് കഴിച്ചിട്ടാ ബാക്കിയായത്, തൊടാഞ്ഞിട്ട് ബാക്കിയായതല്ല. പ്രബോധനം വായിച്ചിട്ടല്ല ഇസ്ലാം മതം പഠിക്കേണ്ടത്, ഖുർആനും ഹദീസും നോക്കിയാ ഇസ്ലാം മതം പഠിക്കേണ്ടത്. ഇനി പറയട്ടെ, അബ്ദുള്ള മൗലവിക്ക് ഇത് കിട്ടിയത് പ്രബോധനത്തിൽ നിന്നാണ്. അത് 1981 ഡിസംബറിലെ പ്രബോധനമാണ്. ഞാനതെടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. പ്രബോധനം നോക്കിയല്ല മതം പഠിക്കേണ്ടത്. മതം ഖുർആൻ എന്ന് പഠിക്കണം, ഹദീസ് എന്ന് പഠിക്കണം. അത് പഠിക്കണമെങ്കിൽ ഉസ്താദുമാരെ പൊരുത്തത്തോടെ കിതാബ് ഓതി പഠിക്കണം. അല്ലാഹുവിന്റെ റസൂലിനെ നിസാരപ്പെടുത്തുന്ന കക്ഷികൾക്ക് അല്ലാഹു തആല ഇൽമിന്റെ നൂറ്, ഹിദായത്തിന്റെ നൂറ് കൊടുക്കൂല കേട്ടോ. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ചിലർക്കൊരു തോന്നലുണ്ടാവും, ഉമിനീര് അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിനീര് സഹാബത്ത് തൊട്ട് പുരട്ടിയെന്ന് ബുഖാരിയിലുണ്ട്, തൊട്ട് ശരീരത്തിൽ പുരട്ടിയെന്ന് ബുഖാരിയിലുണ്ട്. അതുണ്ടെങ്കിലും ഞാൻ അത്തരം ഹദീസ് കാണുമ്പോൾ ചാടിക്കടക്കലാണ് മൗലവി പറഞ്ഞു. ഞാൻ അത്തരം ഹദീസ് കാണുമ്പോൾ ചാടിക്കടക്കുകയാണ്. കാരണം ആ ചാട്ടം എന്തായി? ഓവർടേക്കായി, ചാട്ടം കൂടി എവിടെയോ എത്തിപ്പോയി കേട്ടോ. ബുഖാരിയിലെ ഹദീസൊക്കെ ചാടിക്കടന്നു അല്ലേ? എന്നാൽ ഞാൻ പറയട്ടെ, ഉമിനീര് തൊട്ട് വെട്ടി എന്ന് പറഞ്ഞാല് അത് കുടിച്ചു തന്നെ മോശല്ലേ ഉസ്താദേ? യുക്തിവാദിക്ക് പറയാൻ ധൈര്യമുണ്ടോ? നിരീശ്വരവാദിക്ക് ധൈര്യമുണ്ടോ? മതവിരോധിക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നു, നീ തേൻ കുടിക്കാറില്ലേ? തേൻ എന്താ സാധനോ? തേനീച്ച തുപ്പിയതാ തേന്. ആ തേനീച്ച തുപ്പിയ തേൻ നക്കുന്നവനാണോ ലോകത്തെ മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി? അവിടുത്തെ ശറഫാക്കപ്പെട്ട കസ്തൂരിയുടെ സുഗന്ധമുള്ള ഔഷധ വീര്യമുള്ള ആ ഉമിനീരിനെ ചോദ്യം ചെയ്യുന്നത് ഈച്ച തുപ്പിയ തേൻ നക്കുന്ന യുക്തിവാദിയാണോ? നിരീശ്വരവാദിയാണോ? പരിശുദ്ധ ഇസ്ലാം അതിന്റെ വിശ്വാസം നെഞ്ഞൂക്കോടെ
ഇവിടെ ലോകത്തിന്റെ മുമ്പിൽ നിലനിർത്താൻ പ്രഗത്ഭരായ പണ്ഡിതന്മാരായ ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ മഹാനായ കാന്തപുരം ഉസ്താദ് വളർത്തിയെടുത്തിട്ടുണ്ട്. തോൽപ്പിക്കാമെന്നാർക്കും തോന്നണ്ട. ഓ മുസ്ലിമേ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്സാരപ്പെടുത്തി ജയിക്കാമെന്നാണോ കരുത്ത്? ഇല്ല ഇല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം ഉയർത്തിപ്പിടിച്ച് സുന്നത്ത് ജമാഅത്ത് അതാ പൊക്കിപ്പിടിക്കുക തന്നെ ചെയ്യും. സുന്നത്ത് ജമാഅത്തിലുള്ള പണ്ഡിതന്മാർക്കിടയിലോ പ്രവർത്തകർക്കിടയിലോ ശാഖാപരമായ ഭിന്നതകളോ അതുപോലെ തന്നെ സംഘടനാപരമായ ഭിന്നതകളോ ഉണ്ടെങ്കിൽ അത് ഉയർത്തി കാണിച്ച് പരസ്പരം തല്ലിക്കാനും കൊല്ലിക്കാനും ഒക്കെ ശത്രുക്കൾ ചിലപ്പോൾ ശ്രമിക്കാറുണ്ട്. അതിലൊന്നും മുസ്ലിമീങ്ങളെ പെട്ടുപോകാതെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരും അതുപോലെ തന്നെ സാധാരണക്കാരും സുന്നത്ത് ജമാഅത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഐക്യപ്പെടണമെന്ന് മഹാനായ ഉസ്താദ് അവറുകൾ പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായില്ലേ? അത് കണ്ട് സന്തോഷിക്കാൻ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ റഹ്മാനേ. ഓ മുസ്ലിമീങ്ങളെ, അതേ അസൂയ കൊണ്ട് എന്തും പറയാമോ, എന്തും ചെയ്യാമോ? തെളിവുകളൊക്കെ മായ്ച്ചു കളയാൻ കഴിയുമോ? ഞാൻ ഒറ്റ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, ദീർഘിപ്പിക്കുന്നില്ല. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതുവെടുക്കുന്ന സമയത്ത് കാദൂ യഖ്തതിലൂന അലാ വദൂഇ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പത്രത്തിൽ ഇയാൾ പറയുന്നത് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യകേശം മുക്കിയ വെള്ളം വിതരണം ചെയ്യാൻ തുടങ്ങിയാൽ ഒന്നും തിരക്ക് ഉണ്ടായി പോകുന്നുള്ള പേടിയാണ് മൂപ്പർക്ക്. വല്ലാത്ത തിരക്കിനെ പേടിക്കുന്ന മൗലവി. എന്നാൽ ബുഖാരി മറിക്കൂ മൗലവി, ഹദീസ് ഒന്ന് വായിച്ചിട്ട് അർത്ഥം പറയാൻ ധൈര്യമുണ്ടോ? കാദൂ യഖ്തതിലൂന അലാ വദൂഇ റസൂലില്ലാഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വദുവെടുക്കുമ്പോൾ അവിടുത്തെ ശരീരത്തിൽ നുറ്റി വീഴുന്ന വെള്ളം, അതേത് വെള്ളാ മൗലവി? അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യകേശം കഴുകിയ വെള്ളം, താടിയിലെ രോമം കഴുകിയ വെള്ളം, തല നനഞ്ഞ വെള്ളം, കയ്യിലെ രോമവും തോലും കഴുകിയ വെള്ളം, അതല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വദുവെടുത്ത വെള്ളം, അവശേഷിക്കുന്ന വെള്ളം. ആ വെള്ളം ഉറ്റി വീഴുമ്പോ അത് കിട്ടാൻ വേണ്ടി സഹാബത്ത് ഉന്തും തിരക്കും കൂട്ടിയിട്ട് കാദൂ യഖ്തതിലൂന, അവര് സംഘട്ടനത്തിന്റെ വക്കിലെത്തിയെന്നാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നത്. അഥവാ എനിക്ക് കിട്ടണം എന്ന നിലക്ക് അതാ ഹജറുൽ അസ്വദിന്റെ സമീപത്തുള്ള തിരക്ക് കാണാറില്ലേ? അവിടെ അതാ അങ്ങനെ തിരക്ക് കൂട്ടണ്ടെന്ന് മൗലവിക്ക് പറയാൻ ധൈര്യമുണ്ടോ? പക്ഷേ നിങ്ങൾക്ക് എന്ത് ഹജറുൽ അസ്വദ്, നിങ്ങൾക്ക് എന്ത് കഅബ? അല്ലാഹുവിന്റെ റസൂൽ സാധാരണക്കാരനാണെന്ന് പറയുന്ന നിങ്ങൾക്ക് ഹജറുൽ അസ്വദ് കേവലം ഒരു സാധാരണ കല്ലല്ലേ? കഅബ സാധാരണയല്ലേ? ഞങ്ങൾക്ക് അങ്ങനല്ല കേട്ടോ. നിങ്ങൾക്ക് അതൊക്കെ വിശ്വസിച്ചാൽ അതാ ഇസ്ലാം എന്ന് പുറത്തു വന്ന് പേടിയാണ്. ഇല്ല ഇല്ല, അല്ലാഹ് ബഹുമാനിച്ചതിന്റെ പേരിൽ ഇസ്ലാമെന്ന് പുറത്തു പോകൂല. വമൻ യുഅദ്ദിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഹൃദയത്തിന് ഭക്തിയുള്ളവർക്ക് അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാൻ കഴിയൂ. ഭക്തിയില്ലാത്തവർക്ക് ഒരിക്കലും അതിന് കഴിയില്ല. ഇരിക്കട്ടെ, പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ഉറ്റി വീഴുന്ന വെള്ളത്തിന് വേണ്ടി ഉന്തും തിരക്കും കൂട്ടുന്ന സഹാബത്ത് എന്താ ചെയ്യുന്നത്? ബുഖാരി മറിക്കൂ. അതെടുത്തിട്ട് അവർ ശരീരത്തിൽ തൊട്ട് പുരട്ടുകയാണ്. ആർക്കെങ്കിലും തിരക്ക് കൊണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയവന്റെ കയ്യെന്ന് തൊട്ട് പുരട്ടുകയാണ്. അവിടെ തിരക്ക് കൂട്ടണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞോ? പറഞ്ഞില്ല, അനുവദിച്ചു കൊടുത്തു. ബുഖാരിയിലെ ഹദീസാണ്. ഇനി സുഹൃത്തുക്കളെ, അവിടുത്തെ ശറഫാക്കപ്പെട്ട മുടി, അവിടുത്തെ ശറഫാക്കപ്പെട്ട ഷഹർ മുബാറക്ക്, അത് ഉസ്താദ് അതിനെ സംബന്ധിച്ച് പ്രസംഗിക്കേണ്ടതില്ല. ഉസ്താദ് അത് പറയാൻ വേണ്ടി ആരോഗ്യം കളയേണ്ടതില്ല. അത് പറയാൻ ഞങ്ങളെപ്പോലുള്ള ശിഷ്യന്മാരെ ആയിരക്കണക്കിന് ഉസ്താദ് ഭക്ഷണം തന്ന് പോറ്റി വളർത്തി ഞങ്ങൾക്ക് ബുഖാരി ഓതി തന്നിട്ടില്ലേ? അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു രണ്ട് വാക്ക് കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ഓ എന്റെ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ശരിക്കൊന്ന്
ചിന്തിക്കൂ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം മഹാനായ മുഹമ്മദ് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ബുഖാരിയിലില്ലേ, ആ മുടിക്കഷ്ണത്തിൽ ഒരു മുടിക്കഷ്ണം എങ്ങാനും എനിക്ക് കിട്ടുന്നുവെങ്കിൽ ആ മുടിക്കഷ്ണം ദുനിയാവ് മുഴുവനും കിട്ടുന്നതിനേക്കാൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്, ഖൈറായതാണ്. ഇരിക്കട്ടെ, ആ മഹത്തായ പുണ്യകേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ അവിടുത്തെ അതാ മുടി കളഞ്ഞപ്പോ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ സമീപത്ത് വിളിച്ചിട്ട് കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഇഖ്സിംഹു ബൈനന്നാസ്. ഓ അബൂ തൽഹ, ജനങ്ങൾക്കിടയിൽ ഇത് അംശയിച്ച് വിതരണം ചെയ്യൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണെങ്കിൽ അവിടുത്തെ മുടി വിതരണം ചെയ്യാൻ അവിടുന്ന് പറയുമോ? എന്നാൽ ഈ മൗലവി തന്നെ ഒരിക്കലങ്ങ് എഴുതിപ്പോയി കേട്ടോ. എന്താ എഴുതിയത്? നബി തിരുമേനി ഹജ്ജ് കർമ്മത്തിന്റെ ഭാഗമായി തലമുണ്ടനം ചെയ്യവേ അദ്ദേഹത്തിന്റെ തലമുടി വിശ്വാസികൾ ചിലർ വാരിയെടുത്തതായും അത് മറ്റുള്ളവർക്കിടയിൽ വീതിച്ചു നൽകാൻ പ്രവാചകൻ അരുളിയതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതും നേരാണ്. ഇതിന്റെ പേരാ കറാമത്ത്, ഇതിന്റെ പേരാ മുഅ്ജിസത്ത്. ഓ മനുഷ്യ, നേരാണല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മുടി വിതരണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലേ? ചോദിക്കട്ടെ, നിങ്ങളല്ലേ പറഞ്ഞത് കേവല സാധാരണ മനുഷ്യരെന്ന്? വടകര താഴെയങ്ങാടിയിൽ നിന്ന് ഞങ്ങളെപ്പോലെ കേവല സാധാരണ മനുഷ്യന്മാരെ മുടി ബാർബർ ഷാപ്പിന്ന് കൊട്ടയ്ക്ക് കയറ്റിക്കൊണ്ടുപോയിട്ട് ഏത് മൗലവിയോടാ പറഞ്ഞത് വാരിയെടുക്കാൻ? ആരോടാ വിതരണം ചെയ്യാൻ പറഞ്ഞത്? ആർക്കാണ് മടയത്തരം മൗലവി? സുന്നികൾക്കാണോ അല്ല ജമാഅത്തുകാർക്കാണോ? നിങ്ങൾ ഈ സമുദായത്തോട് മറുപടി പറയണം. ഇനി ഞാൻ ചോദിക്കട്ടെ, ആ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുടി, അഷ്റഫുൽ ഖൽഖ് തങ്ങളെ മുടി കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്തു സഹാബത്ത്. അതിലൊരു മഹദിയാണ് നമ്മളെ ഉമ്മ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ. അവിടുത്തെ ഭാര്യയാണ്. വെള്ളിയുടെ ചിപ്പിയിലാ സൂക്ഷിച്ചത്. ഇന്നൊരു ജാഹില് ആരിഫിന്റെ പേരിൽ ചോദിക്കാണ്, അത് സൂക്ഷിക്കാൻ അങ്ങനെ സ്ഥലം വീണോന്നുണ്ടോ? സഹാബികൾ അങ്ങനെ ബഹുമാനിച്ച് സൂക്ഷിച്ചിട്ടുണ്ടോ? കേട്ടാ തോന്നി ഒരു സഹാബികൾ ആളാണെന്ന്. അത് പറയുന്നത് സത്യമാണോ മൗലവിമാരെ നിങ്ങൾ? എന്നാ സഹാബത്ത് ജുമഅക്ക് 2 ബാങ്ക് കൊടുത്തു എന്ന് ബുഖാരിയിലില്ലേ? നിങ്ങളെ ജമാഅത്ത് ഇസ്ലാമിക്കാര് ഞങ്ങളെ പള്ളി, കുറ്റ്യാടിയിലെ ഞങ്ങളെ പള്ളി, ഞങ്ങളെ ഖാദിയാരെ പിടിച്ചു മാറ്റിയിട്ട് നിങ്ങൾ ഞങ്ങളെ പള്ളി പിടിച്ചെടുത്ത് ഞങ്ങളെ മഖബറ പൊളിച്ചവരല്ലേ ജമാഅത്തുകാരാ? നിങ്ങൾ തീവ്രവാദികളല്ലേ? നിങ്ങളോട് ചോദിക്കട്ടെ, സഹാബത്ത് ചെയ്തത് നിങ്ങൾക്ക് തെളിവാണെങ്കിൽ 916 നമ്പർ ഹദീസല്ലേ ബുഖാരിയിൽ? 2 ബാങ്ക് സഹാബത്ത് കൊടുത്തു എന്നത് തർക്കമില്ലെന്ന്. എന്തുകൊണ്ട് നിങ്ങൾ 2 ബാങ്ക് ഒന്നാക്കി? ചോദിക്കട്ടെ, 20 റകഅത്ത് തറാവീഹ് സഹാബത്ത് മുഴുവനും നിസ്കരിച്ചതല്ലേ? 4 മദ്ഹബും അല്ലേ? മക്ക മദീനയിൽ ഇന്നും അങ്ങനെയല്ലേ? മക്ക മദീനയിലുണ്ടോ എന്നല്ലേ നിങ്ങളെ ചോദ്യം? എന്തേ 20 റകഅത്ത് തറാവീഹ് മാറ്റിയിട്ട് നിങ്ങൾ 8ആക്കിയതിന്റെ ന്യായം എന്താ മൗലവിമാരെ? ആ മക്കയിലും മദീനയിലും ഏത് ഭാഷക്കാര് വന്നാലും ഒറ്റ ഭാഷയിൽ അറബിയിലല്ലേ ഖുതുബ? അവിടെ മലയാളിക്ക് വേറെ ഖുതുബയുണ്ടോ? ജമാഅത്തുകാരും മുജാഹിദീകളും ഹജ്ജും കഴിഞ്ഞ് വന്നിട്ട് ജുമഅ അതാ മടക്കി നിസ്കരിക്കുന്നത് കാണാറുണ്ടോ? അറബിയിൽ തന്നെയല്ലേ ഖുതുബ? അറബിയിലല്ലാത്ത ഖുതുബക്ക് പോകുന്ന വല്ല മുസ്ലിമീങ്ങളും അറിവില്ലാതെ പെട്ടവരുണ്ടെങ്കിൽ പറയട്ടെ, നിങ്ങളെ ജുമഅ ബാത്തിലാണ് കേട്ടോ. അതിന് ബുഖാരിയിലെ ഹദീസാണ് ഇമാം നവവി റഹിമഹുല്ലാഹ് തെളിവ് പറഞ്ഞത്. ഇരിക്കട്ടെ, പറഞ്ഞ വിഷയത്തിലേക്ക് പോകുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യകേശം അതാ വെള്ളിയുടെ ചിപ്പിയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചോ. ഉസ്താദ് അവറുകൾ വെള്ളിയുടെയും പൊന്നിന്റെയും സാധനമല്ല ഉണ്ടാക്കുന്നത്, കോൺക്രീറ്റ് പള്ളിയാ ഉണ്ടാക്കുന്നത്. എന്തിന്? അത് സൂക്ഷിക്കാൻ മാത്രമല്ല, ആദരവോടെ സൂക്ഷിക്കപ്പെടുന്നതിന്റെ പുറമെ അത് കാണാൻ വരുന്ന മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാനാണ് പള്ളി. അക്കാരണത്താലും ഒരൊറ്റ മനുഷ്യന്റെ നിസ്കാരം ഖളാ ആയിക്കൂടാ. എത്ര ജനങ്ങൾ വന്നാലും ഖളാ ആയിക്കൂടാ. അവർക്ക് ജമാഅത്തോടെ നിസ്കരിക്കണം. അതിനാ പള്ളി. അത് അവിടുത്തെ സ്വഭാവമാണ്. അറിയാമല്ലോ, ഈ വടകരയിലെ ഒരു പ്രദേശം, പുതിയ ബസ് സ്റ്റാൻഡിന്റെ സമീപം
നാരായണ നഗർ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. അവിടെ ബസ് സ്റ്റാൻഡ് വരുന്നു എന്ന് കേട്ടപ്പോ എന്റെ നാട്ടുകാരൊക്കെ ഒരുപാട് ആളുകൾ ബസ് സ്റ്റാൻഡിന്റെ സമീപത്ത് സ്ഥലമെടുക്കുകയാണ്. എന്തിന്? ബിൽഡിംഗ് ഉണ്ടാക്കാൻ സ്ഥലം എടുക്കുകയാണ്. എല്ലാവർക്കും ബിസിനസ്സാ ഉദ്ദേശം. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അവരൊക്കെ നമ്മളെ പ്രസ്ഥാനത്തെ സഹായിക്കുന്ന മുതലാളിമാരാണ്. അള്ളാഹുവേ, ദീനിനെ സഹായിക്കുന്നവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. പക്ഷേ ഈ കേരളത്തിൽ ഒരൊറ്റ മനുഷ്യൻ ചിന്തിച്ചു, ഇവരൊക്കെ വന്നിവിടെ കച്ചവടം തുടങ്ങി ആ ബസ് സ്റ്റാൻഡ് വന്നാൽ ഇവർക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി വേണ്ടേ? അത് ചിന്തിക്കാനുണ്ടായ ഒരേ ഒരു പണ്ഡിതൻ, അതാണ് ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ്. അതുകൊണ്ട് തന്നെ വടകര ബസ് സ്റ്റാൻഡിൽ വരുന്ന ഏതൊരാൾക്കും ധൈര്യത്തോടെ ജുമഅ നിസ്കരിക്കാൻ, അതെ അറബിയിൽ തന്നെ സഹീഹായ ജുമഅയിൽ പങ്കെടുക്കാൻ, നിസ്കരിക്കാൻ അവിടുത്തേക്ക് അല്ലാഹു തആല അതിന് സംവിധാനമുണ്ടാക്കാൻ തൗഫീഖ് നൽകി. അല്ലാഹുവിന്റെ ഹബീബായ നബിയെ സ്നേഹിക്കുന്ന ആയിരങ്ങൾ പതിനായിരങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നിസ്കരിക്കാൻ പള്ളി വേണ്ടേ? ആ പള്ളി ആർക്കും പ്രത്യേകം ഒരു ക്രെഡിറ്റ് വേണ്ട, മറിച്ച് എല്ലാ മുഅ്മിനീങ്ങൾക്കും അതിന്റെ ബറക്കത്ത് ലഭിക്കട്ടെ എന്ന നിലക്ക് ആ പള്ളി ഉണ്ടാക്കാൻ ലക്ഷക്കണക്കിന് ഉറുപ്പിക പള്ളിക്ക് വേണ്ടി കൊടുക്കുന്ന എത്രയെത്ര ആയിരക്കണക്കിന് വിദേശത്തുള്ള മഹാന്മാരുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞങ്ങളൊക്കെ പല സ്ഥലത്തും പള്ളി എടുക്കാറുള്ളത് പലപ്പോഴും അതാ പലരും സഹായിച്ചിട്ടല്ലേ. പക്ഷെ ഈ പള്ളി ഉസ്താദ് അവர்கள் തീരുമാനിച്ചു എല്ലാ മുഅ്മിനീങ്ങൾക്കും പങ്കുചേരാൻ കഴിയണം. അതുകൊണ്ടൊരു 4 ലക്ഷം ആളുകളിൽ നിന്ന് ഓരോരുത്തർ 1000 രൂപ വീതം ഓരോരുത്തരോട് വാങ്ങി അതാ ഇന്ത്യ രാജ്യത്തിന് അഭിമാനമാകുന്ന, രാജ്യത്തെന്നും സ്മരിക്കപ്പെടുന്ന ലോകത്തിന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യകേശം സൂക്ഷിക്കുന്ന സ്ഥലം, അവിടുത്തോടുള്ള ആദരവോട് അവിടെ വരുന്നവർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യത്തോട് ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ എന്തിനാ ജമാഅത്തുകാരാ അസൂയ? നല്ലത് ചെയ്യാനോ കഴിയുന്നില്ല. യുമസ്സിഖുൽ ഖിർദു സഫറൻ ലിസഫാരിയതി ഇദാ ലഹു നസഹത് ഫി വബിലിൽ മത്തരി. അതേ റസാലത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. അതെന്താ? വേനൽക്കാലത്ത് പക്ഷികൾ ഓടി പറന്ന് നടന്ന് ചെറിയ ചെറിയ ചില്ലികൾ എടുത്തുകൊണ്ടുവന്ന് കൂടുണ്ടാക്കുന്നു. മഴ പെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോ അപ്പുറത്തെ മരത്തിന്റെ മറ്റേ ചില്ലിയിലിരിക്കുന്ന കുരങ്ങ്, ആ കുരങ്ങ് വേനൽക്കാലത്ത് കളിച്ചു നടന്നതാ, ഒരു പണിയും എടുത്തിട്ടില്ല, അധ്വാനിച്ചിട്ടില്ല. ആ കുരങ്ങിന് കയറിയിരിക്കാൻ കൂടില്ല. അപ്പൊ ഈ കുരങ്ങെന്താ ചെയ്യുന്നതെന്നറിയോ? കുരങ്ങൻ അസൂയ മൂക്കുകയാണ്. കുരങ്ങ് ഉടനെ തന്നെ ആ മരത്തിന്റെ മുകളിൽ ചിന്തിക്കുന്നു, ഇയാൾക്ക് എന്തിനാ ഇങ്ങനെ ഒരു കൂട്, അതുകൊണ്ട് ആ കൂടങ്ങ് പൊളിച്ചു കളയണം. സുബ്ഹാനല്ലാഹ്, തോൽപ്പിക്കണമെന്ന നിലക്ക്, അതേ വില നൽകണമെന്ന നിലക്ക് അത് അസൂയക്കാരനായ കുരങ്ങ് മേലെ നിന്നിറങ്ങി വരുന്നു ഈ കൂട് പൊളിക്കാൻ. ഇതുപോലുള്ള അസൂയയിൽ എന്തിനാണ് മുസ്ലിമീങ്ങൾ പെട്ടുപോകുന്നത്? ചോദിക്കട്ടെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി വെള്ളിയുടെ ചിപ്പിയിൽ സൂക്ഷിച്ചത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയല്ലേ? എന്നിട്ടോ ആ സൂക്ഷിച്ച മുടി സൂക്ഷിച്ച മഹദിയുടെ സമീപത്ത് കോപ്പയിലെ വെള്ളവുമായി പോവുകയാണ്. ആ വെള്ളത്തിൽ ആ മുടിയെടുത്തുകൊണ്ട് വന്നിടുകയാണ്. ആ മുടി കഴുകിയ വെള്ളം, ആ ഷഹർ മുബാറക്ക് കഴുകിയ വെള്ളം അവര് കുടിക്കുകയാണ്. രോഗശമനത്തിന് കുടിക്കുകയാണ്, കണ്ണേറ് നീങ്ങാൻ വേണ്ടി കുടിക്കുകയാണ്. ഇത് സിറാജിലുള്ളതല്ല, റിസാലയിലുള്ളതല്ല, സുന്നി വോയിസിലുള്ളതല്ല, നമ്മുടെ മുഅല്ലിം മാസികയിലുള്ളതല്ല. എവിടെ ഉള്ളതാണ്? ഓ മുസ്ലിമേ, അത് ബുഖാരിയിലുള്ളതാണ് കേട്ടോ. രോഗശമനത്തിനും കണ്ണേറ് നീങ്ങാനും അള്ളാന്റെ റസൂലിന്റെ ഭാര്യ അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിമുക്കിയ വെള്ളം വിതരണം ചെയ്യുന്നു.
ഇനി ചോദിക്കട്ടെ, ഇതൊക്കെ ബുഖാരിയാണെങ്കിൽ സുഹൃത്തുക്കളെ, ഖുർആൻ മറിക്കൂ. നിങ്ങൾ റസൂലുള്ളാഹിന്റെ മുടിയെക്കുറിച്ച് കേൾക്കണോ? ഇൻഷാ അല്ലാഹ് 3ഉം 4ഉം തീയതി നിങ്ങൾ പാറക്കടവിൽ മദ്ഹുർ റസൂൽ പരിപാടിക്ക് വരൂ. വദ്ദുഹാ വല്ലൈലി മലം നസ്റഹും ഞാൻ അവിടെ വെച്ച് അല്ലാഹു തൗഫീഖ് ഇദാ പറയും. ഇവിടെ സൂചനക്ക് മാത്രം പറയുന്നു വദ്ദുഹാ വല്ലൈലി ഇദാ സജാ. ഈ ആയത്തിന് ഒരുപാട് തഫ്സീറുണ്ട്, അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ഇമാം റാസി തഫ്സീറിൽ പറയുകയാണ്, ഈ ആയത്തിന് ഇങ്ങനെ ഒരു തഫ്സീർ ഉണ്ടോ എന്ന് നീ ചോദിച്ചാൽ എന്താ തഫ്സീർ? വദ്ദുഹാ, നബിയുടെ പ്രശോഭിതമായ മുഖത്തെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, അവിടുത്തെ ശഅർ മുബാറക്കിനെ തന്നെയാണ് സത്യം. അങ്ങനെ അല്ലാഹു തആല വദ്ദുഹാ എന്ന് പറഞ്ഞതുകൊണ്ട് അവിടുത്തെ ശറഫാക്കപ്പെട്ട മുഖമാണ് ഉദ്ദേശം. വല്ലൈലി ഇദാ സജാ എന്ന് പറഞ്ഞതുകൊണ്ട് അവിടുത്തെ ശഅർ മുബാറക്കാണ് ഉദ്ദേശം. ഇങ്ങനെ ഒരു തഫ്സീർ ഈ ആയത്തിൽ ഉണ്ടോന്ന് നീ ചോദിച്ചാൽ ഞാൻ നിന്നോട് പറയുന്നു, മുൻഗാമികളായ ഖുർആൻ വ്യാഖ്യാതാക്കൾ അങ്ങനെയും അതിന് തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. ആകയാൽ വദ്ദുഹാ, പ്രശോഭിതമായ നബിയുടെ മുഖത്തെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, അവിടുത്തെ ശഅർ മുബാറക്കിനെ തന്നെയാണ് സത്യം. ഖുർആൻ മയച്ചു കളയാൻ കഴിയുമോ? ജമാഅത്തുകാരാ, മുജാഹിദേ, അസൂയക്കാരാ, ഖുർആൻ മയച്ചു കളയാൻ കഴിയോ? തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ മയച്ചു കളയാൻ കഴിയോ? ഇനി വേണമെങ്കിൽ പറയൂ, തഫ്സീർ റാസി കാന്തപുരം എന്തോ കൊടുത്ത് എഴുതിച്ചതാണത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കേട്ടില്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം മർക്കസിൽ വന്നു. ആ മർക്കസിൽ നിന്നത് കണ്ട് പലരും പുണ്യം നേടി. മുഹമ്മദ് അലവി മാലിക് തങ്ങളടക്കം അതിനെ അംഗീകരിച്ചു, സനദും പരിശോധിച്ചു. സുബ്ഹാനല്ലാഹ്, പലർക്കും സംശയം തീർന്നില്ലെന്ന് തോന്നുന്നു. അപ്പോഴല്ലേ 33ാം വാർഷിക സമ്മേളനം മർക്കസിൽ. ആ സമ്മേളനത്തിൽ ഞങ്ങൾ ആരും പ്രചരിപ്പിച്ചതല്ലല്ലോ, ഉസ്താദും പറഞ്ഞ് പ്രചരിപ്പിച്ചതല്ലല്ലോ. ഞങ്ങൾ കാണുകയാണ്, അള്ളാഹുവിന്റെ തീരുമാനമല്ലേ. UAE-യുടെ ഔഖാഫിന്റെ മന്ത്രിയായിരുന്ന, ലോകപ്രശസ്ത പണ്ഡിതനായിരുന്ന മുഹമ്മദ് ഹസൻ ഖസ്റജി, അറിയാമല്ലോ, കേരളത്തിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട്ടിലായിരുന്നു താമസിച്ചതെന്നാണ് എന്റെ ഓർമ്മ. അവിടെ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ, അവിടെ ഖസ്റജിയെ കാണാൻ വന്നപ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ആ മുഹമ്മദ് ഹസൻ ഖസ്റജിയുടെ മകൻ അഹമ്മദ് മുഹമ്മദ് ഹസൻ ഖസ്റജി, ശൈഖ് അദ്ദക്തൂർ അഹമ്മദ് മുഹമ്മദ് ഹസൻ ഖസ്റജി അബൂദാബിയിൽ നിന്ന് വന്നു. അദ്ദേഹത്തിന്റെ ഉപ്പാപ്പമാർ അതിന്റെ പരമ്പര എത്തുന്നത് അൻസാരികളായ സഹാബികളിലാണ്. ഔസ്, ഖസ്റജി എന്ന് പറയുന്ന 2 ഗോത്രമാണ് അൻസാരികൾ. ആ ഖസ്റജി ഗോത്രത്തിൽപ്പെട്ട, ഇന്നും അവരുടെ പിന്തലമുറയിലുള്ള സഹാബത്തിന്റെ പിന്തലമുറക്കാരുടെ റഈസാണ്, ചെയർമാനാണ് അഹമ്മദ് മുഹമ്മദ് ഹസൻ ഖസ്റജി. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരുപാട് തിരുശേഷിപ്പുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാറുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. അബൂദാബിയിൽ ആ നബിയുടെ മുടി സൂക്ഷിച്ച വെള്ളം, മുടി സൂക്ഷിച്ചിരിക്കുന്ന ആ വീട്ടിൽ ചെന്ന് ആ മുടിയിട്ട വെള്ളം പലരും കുടിക്കാറുണ്ട്. ആ മുടി കഷ്ണത്തിൽ ഒരു കഷ്ണം മഹാനായ ഉസ്താദ് അവർക്ക് കൊടുക്കാൻ വളരെ ആദരവോടെ കൊണ്ടുവന്നതിന്റെ പുറമെ മഹാനവറുകൾ മുതൽ കുപ്പാപ്പമാര് മുഖേന സഹാബത്ത് വരെ ഉള്ള സനദും സിൽസിലയുമൊക്കെ നന്നായി ഭംഗിയായി അച്ചടിച്ചു കൊണ്ടുവന്ന് ഈജിപ്തിന്റെ ഗ്രാൻഡ് മുഫ്തിയുടെ മുന്നിൽ വെച്ച്, മക്ക മദീനയിലെ മഹാപണ്ഡിതന്മാരെ മുന്നിൽ വെച്ച്, മഹാനായ താജുൽ ഉലമയെ പോലുള്ള വലിയ വലിയ പണ്ഡിതന്മാര് പങ്കെടുത്ത സദസ്സിൽ, ഓ മുഅ്മിനീങ്ങളെ, ലക്ഷക്കണക്കിന് വിശ്വാസികളെ മുന്നിൽ, അതേ ഈജിപ്തിലും ബഹ്റൈനിലും അതേ കുവൈത്തിലും അതിനപ്പുറത്ത് അതാ UAE-യിലും സൗദിയിലും മക്ക മദീനയടക്കം ഇങ്ങനെയുള്ള ഏതെല്ലാം
മുസ്ലിം രാഷ്ട്രങ്ങളുണ്ടോ ഏകദേശ രാഷ്ട്രങ്ങളിലെയും പ്രഗത്ഭരായ പണ്ഡിതന്മാർ അതേ ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തി അടക്കം സമീപത്ത് നിന്നുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം പ്രസംഗത്തിനിടയിൽ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. നേരത്തെ ഉസ്താദിനോട് മഗ്രിബ് നിസ്കരിക്കുന്ന സമയത്ത് സ്വകാര്യം പറയുമ്പോൾ ഞാൻ സമീപത്തുണ്ടായിരുന്നു. സെനത് തരുമ്പോൾ നിങ്ങൾ ഒപ്പിട്ട് തരണമെന്നാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ആ കണ്ടതനുസരിച്ച് അവിടുത്തേക്ക് ഇത് കൈമാറാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ തരാതിരുന്നത്. ഇപ്പോൾ ഞാൻ കൈമാറാൻ പോകുന്നു. അവിടുന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം വിവർത്തനം ചെയ്യാൻ എന്നോട് ഉസ്താദ് ആവശ്യപ്പെട്ടു. പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വിവരം അങ്ങോട്ട് പറഞ്ഞു. ഞാനത് വിവർത്തനം ചെയ്തു. എല്ലാവരും കണ്ടു കേട്ടു. സെനത് വ്യക്തമായി ലക്ഷങ്ങളെ മുന്നിൽ വെച്ച് അതാ കൈമാറി ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യകേശം കൈമാറിയപ്പോൾ ഈമാനുള്ള ഒരൊറ്റ മനുഷ്യരും പിന്നെ അതാ സംശയമില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരം നിസ്കരിച്ചു എന്നതിന് തെളിവില്ലെന്ന് ചേകനൂര് പറഞ്ഞപ്പോ നമ്മൾ തെളിവ് പറഞ്ഞത് ബുഖാരിയിലെ സനദുള്ള ഹദീസാണ്. സനദ് കൊണ്ടല്ലേ കാര്യം സ്ഥിരപ്പെടുത്താറുള്ളത്. സനദോടുകൂടി പരസ്യമായി ലോക പ്രശസ്ത പണ്ഡിതന്മാരെ മുന്നിൽ വെച്ച് ഇത് പരസ്യമായി കൈമാറിയപ്പോ മുസ്ലിങ്ങൾ സന്തോഷിച്ചു. ഞങ്ങളെ കേരള മണ്ണിൽ അതാ ബറക്കത്ത് കിട്ടിയല്ലോ. ഞങ്ങളെ നേതാവിന്റെ തിരുകേശം ഒരു സംശയത്തിനും ഇടമില്ലാതെ രഹസ്യമായി മാത്രമല്ല പരസ്യമായി തന്നെ ലോകത്തുള്ള മുഴുവൻ ആലിമീങ്ങളുടെയും അംഗീകാരത്തോടെ ഈ കേരളത്തിൽ കിട്ടിയല്ലോ. അൽഹംദുലില്ലാഹ്. ഞങ്ങൾക്ക് പോയി ആ പുണ്യകേശം കാണാമല്ലോ. അതിട്ട വെള്ളം സഹാബത്ത് കുടിച്ചതുപോലെ കുടിക്കാമല്ലോ. എന്തെങ്കിലും സന്തോഷം കൊണ്ട് കണ്ണുനീരൊലിപ്പിക്കുമ്പോ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂലിനെ പോലെ ഒരു കേവല സാധാരണ മനുഷ്യനാണെന്ന് വാദിച്ച മുനാഫിഖീങ്ങളെ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, അവന്റെ അനന്തരക്കാരായ അബ്ദുല്ലമാർ സുന്നത്ത് ജമാഅത്തിന്റെ ഈ ആവേശവും സന്ദേശവും ഈ ആവേശവും സന്തോഷവും അതാ ഏതെങ്കിലും പത്രത്തിൽ ഒരു ലേഖനം എഴുതി ഒരു പ്രസ്താവന കൊടുത്ത് തകർത്ത് കളയാമെന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ പറയട്ടെ, ഞങ്ങൾ സുന്നത്ത് ജമാഅത്തുകാര് തമ്മിൽ ഏത് കാര്യത്തിൽ ശാഖാപരമായ ഭിന്നതയുണ്ടെങ്കിലും അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും തങ്ങളെ തിരുശേഷിപ്പിനെയും അതാ ബഹുമാനിക്കുന്നതിൽ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവർക്ക് തർക്കമില്ല കേട്ടോ. തർക്കമുള്ളവൻ സുന്നിയാകൂല കേട്ടോ. ഈ കാര്യം മുസ്ലിം ഉമ്മത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അല്ലാഹുവേ, നിന്റെ ദീന് തകർക്കാൻ, നിന്റെ ഖുർആന് തകർക്കാൻ, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിരറ്റ സ്നേഹം തകർക്കാൻ ഹസദിന്റെ പേരിലോ ആശയത്തിന്റെ പേരിലോ ആര് രംഗത്ത് വരുന്നുണ്ടെങ്കിലും അവരെല്ലാം നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഒന്നുകിൽ നീ ഹിദായത്തിലേക്ക് നയിച്ച് നന്നാക്കി അവരെ ശർറ് നീ ഇല്ലാതെയാക്കി തരണം അല്ലാഹ്. അല്ലെങ്കിലോ റബ്ബേ, ലോകത്തിന്റെ മുമ്പിൽ അവരെ വഷളാക്കി ലോകത്തിന് നീ പാഠം നൽകണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബിസ്മില്ലാഹി അളീമിൽ ഖുദ്റത്തി വസ്സാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിദുദ് ദീൻ വൽ ഖുർആൻ ബിസ്മില്ലാഹി മാ ശാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله والصلاة والسلام على أشرف رسول الله سيدنا محمد
وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم الراحمون يرحمهم الرحمن تبارك وتعالى ارحموا من في الأرض يرحمكم من في السماء صدق رسول الله صلى الله عليه وسلم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد يا من تفجرت الأنهار نابعة من إصبعيه فرب الجيش بالمدد إني وإن سامني ضيم يربعني أقول يا سيد السادات يا سندي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, സുഹൃത്തുക്കളെ, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിം സമുദായം. അങ്ങനെ ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ചിലർ റബീഉൽ അവ്വൽ വരുമ്പോൾ നോട്ടീസുകളുമായി പുറത്തു വരാറുണ്ട്. നബിദിനം ആചരിച്ചിട്ടുണ്ടോ, ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, സ്വഹാബികൾ ചെയ്തോ, ഇമാമുകൾ ചെയ്തോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് രംഗത്ത് വരാം. അത് കേൾക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ പെട്ടെന്ന് അമ്പരക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള വ്യക്തമായ അടയാളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാൻ ഇഷ്ടപ്പെടുകയും അത് കേൾക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ മുഅ്മിനാണ്, ഈമാനുണ്ട്. അതില്ല, മറിച്ച് നബി തങ്ങളെ മദ്ഹ് പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല, അത് പാടില്ല എന്ന് പറയുന്നവൻ ഈമാൻ അവന്റെ ഹൃദയത്തിലില്ലെന്ന് വളരെ വ്യക്തമാണ്. ഇത് ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് കേട്ടില്ലേ? ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ ഉലൈക യൽഅൻഹുമുല്ലാഹു വയൽഅൻഹുമുൽ ലാഇനൂൻ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷണങ്ങളും മഹത്വങ്ങളും പരിശുദ്ധ ഖുർആനും മറച്ചുവെക്കുന്നവർ, അത് ശരിക്ക് പറയാത്തവർ,
അത് പറയാൻ പാടില്ലെന്ന് പറയുന്നവർ, ഉലൈക അവർ യൽഅൻഹുമുല്ലാഹു വയൽഅൻഹുമുൽ ലാഇനൂൻ, അല്ലാഹു തആല അവരെ ലഅനത്ത് ചെയ്യുന്നു, അല്ലാഹുവിന്റെ മലക്കുകൾ അവരെ ലഅനത്ത് ചെയ്യുന്നു, ജിന്നും ഇൻസും ലഅനത്ത് ചെയ്യുന്നു എന്നല്ല, ഇവിടുത്തെ എല്ലാ വസ്തുക്കളും അവരെ ലഅനത്ത് ചെയ്യുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. എന്താണ് ഒരു ഷഅറിന് മുബാറക്കിനെതിരായി സംസാരിക്കുമ്പോഴേക്ക് ഇത്രയൊക്കെ പറയാനുണ്ടോ എന്ന് ചിന്തിക്കുന്നവർ വളരെ ഗൗരവമായി ചിന്തിച്ചുകൊണ്ട് ഇതിന്റെ 1000 ഇരട്ടി പറയാനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഷെയർ മുബാറക്ക് സൂക്ഷിക്കാനുള്ള വലിയ പള്ളി നേരത്തെ പറഞ്ഞല്ലോ, ഇനി അതിന്റെ ബാക്കി 1-2 വാക്ക് ഞാനും പറയും. 10 കോടി സലാത്ത് അരമണിക്കൂർ കൊണ്ട് ചൊല്ലി തീർക്കാൻ സൗകര്യമുള്ള പള്ളി, അങ്ങനെ ഏറ്റവും വലിയ പ്രൗഢി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം സൂക്ഷിക്കാൻ അവിടുത്തെ ആ പ്രൗഢിയോടുകൂടി തന്നെ ഉണ്ടാക്കുന്ന പള്ളി, നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ എല്ലാവർക്കും അതിൽ ഭാഗവാക്കാകാൻ 1000 രൂപയുടെ കൂപ്പൺ വാങ്ങാം. ഒരു ആൾക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിലും മാതാവിൻ്റെ പേരിലും ഭാര്യയുടെ പേരിലും മറ്റ് ബന്ധപ്പെട്ടവരുടെ പേരിലുമൊക്കെ വാങ്ങുകയും ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ പുറത്തുള്ളവർക്ക് വാങ്ങാം, മുമ്പിലുള്ളവർക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ തന്നെ തരുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ അത് പറയാൻ മടിക്കുകയും അതിനെ മറച്ചു വെക്കുകയും ചെയ്യുന്നവരെ അല്ലാഹു തആല ലഅനത്ത് ചെയ്യും. അല്ലാഹുവിന്റെ മലക്കുകൾ ലഅനത്ത് ചെയ്യും, ജിന്നും ഇൻസും ലഅനത്ത് ചെയ്യും എന്നല്ല, ഈ ലോകം മുഴുവനും അവരെ ലഅനത്ത് ചെയ്യുകയാണ്. എന്നാൽ അങ്ങനെ ഒരാൾ പറഞ്ഞു പോയിട്ട് പിന്നീട് അദ്ദേഹത്തിനൊരു പാശ്ചാത്താപം വന്നു, ഖേദം വന്നു. തൗബ, അത്തൗബത്തു അന്നദം എന്നാണല്ലോ. തൗബ എന്നാൽ ഖേദം. ഒരു തെറ്റ് ചെയ്തു പോയാൽ അല്ലാഹ് ഞാൻ ഇന്ന് തെറ്റ് ചെയ്തു പോയി, അതിൽ ഞാൻ ഖേദിക്കുന്നു, ഇനിമേലിൽ ഞാനത് ചെയ്യൂല, ഇതിനാണ് തൗബ. എന്നാൽ ഈ തെറ്റ് ചെയ്തതിന് അങ്ങനെയുള്ള തൗബ പോരാ. അല്ലാഹു പറയുന്നു, ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വബയ്യനൂ ഫഉലൈക അതൂബു അലൈഹിം വഅന തവ്വാബുർ റഹീം. തൗബ ചെയ്യുകയും വഅസ്ലഹൂ നല്ലത് പ്രവർത്തിക്കുകയും വബയ്യനൂ നേരത്തെ മറച്ചുവെച്ച കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ ജനങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ ഫഅതൂബു അലൈഹിം അവരെ തൗബ സ്വീകരിക്കും. അപ്പോൾ മറച്ചു വെച്ചിട്ട് പിന്നെ അത് കേറിച്ചാൽ പോരാ, പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ അല്ലാഹു തആല തൗബ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയൽ, അവിടുത്തെ ചരിത്രം പറയൽ, അവിടുത്തെ പ്രകീർത്തനം, പ്രശംസ, ഇത് പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. അവിടുത്തെ ആഗമനത്തിൽ സന്തോഷിക്കൽ അത് ഖുർആനിന്റെ കൽപ്പനയാണ്. സൂറത്ത് യൂനുസിൽ അല്ലാഹു പറയുന്നത് കേട്ടോ, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫി സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനും ആ ഖുർആൻ ഓതിത്തന്ന്
നിങ്ങളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വന്നിട്ടുണ്ട്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അത് അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ടും റഹ്മത്ത് കൊണ്ടുമാണ് എന്ന് തങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അല്ലാഹു പറയുന്നത് കേട്ടോ, ഫൽയഫ്റഹു. നബിദിനം പാടുണ്ടോ? ഇത്ര വലിയ ആഹ്ലാദം പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവൻ മനസ്സിലാക്ക്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫബിദാലിക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വന്നതിന്റെ പേരിൽ, അവിടുത്തെ ആഗമനത്തിന്റെ പേരിൽ ഫൽയഫ്റഹു, ജനങ്ങൾ സന്തോഷം പ്രകടിപ്പിച്ചു കൊള്ളണം. അത് നിർബന്ധമാണ്. ഹുവ ഖൈറുൻ മിമ്മാ യജ്മഊൻ, അത് ഖൈറാണ് അവർ ഒരുമിച്ച് കൂട്ടുന്ന വസ്തുക്കളെക്കാൾ, അവരൊരുമിച്ച് കൂട്ടുന്ന മുഴുവൻ സദസ്സുകളെക്കാളും മുഴുവൻ സംഭവങ്ങളെക്കാളും നബിതങ്ങളുടെ പേരിൽ ആഹ്ലാദിക്കാനും അവിടുത്തെ പ്രശംസകൾ ചെയ്യാനും പ്രകീർത്തിക്കാനും ഒരുമിച്ച് കൂടലും അത് പ്രവർത്തിക്കലുമാണ് ഖൈറ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ആർക്കാണ് സംശയം? അങ്ങനെ പരിശുദ്ധ ഖുർആനുടനീളം നാം എടുത്തു നോക്കിയാൽ നബിതങ്ങളെ മദ്ഹ് പറയുകയാണ്. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചു പറഞ്ഞാൽ അപ്പോൾ ഉടനെ തന്നെ അല്ലാഹു തആലയാണ് അതിന് മറുപടി പറയുന്നത്. കേട്ടോ, അല്ലാഹുവിന്റെ ഹബീബിനെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ ഉടനെ അല്ലാഹു അതിന് മറുപടി പറയുകയാണ്. കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരല്പസമയം വഹ്യ് വരാതിരുന്നു. ആ സമയത്ത് എല്ലാവരും പറയാൻ തുടങ്ങി, മുഹമ്മദിനോട് ദേഷ്യം പിടിച്ചിരിക്കുന്നു, മുഹമ്മദിന്റെ ഇലാഹ്, മുഹമ്മദിനെ ഉപേക്ഷിച്ചിരിക്കുന്നു മുഹമ്മദിന്റെ ഇലാഹ്. ആര് പറയുന്നു? ശത്രുക്കൾ പറയുന്നു. കൂട്ടരെ അല്ലാഹു തആല ആയത്ത് വദ്ദുഹാ വല്ലൈലി ഇസാ സജഅ, നേരത്തെ പറഞ്ഞില്ലേ, ളുഹ എന്നാൽ പ്രകാശം എന്നാണ് അതിന്റെ അർത്ഥം. പ്രകാശം എന്ന് ആണ് അതിന്റെ അർത്ഥം. പകൽ പ്രകാശമാണ്. പകലിൽ തന്നെ സൂര്യൻ ഉദിച്ചു കൊടുത്തിങ്ങോട്ട് ഉയർന്നു വന്നാൽ പ്രകാശമാണ്. അതുകൊണ്ട് ചില മുഫസ്സിറുകൾ അത് പറഞ്ഞു. എന്നാൽ മുഴുവൻ പ്രകാശത്തിന്റെയും ഉറവിടവും വലിയ പ്രകാശവും അല്ലാഹുവിന്റെ ഹബീബാണ്. ഇന്ന അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇذനിഹി വസിറാജൻ മുനീറാ. ഖുർആൻ തന്നെ പറഞ്ഞതാ, വസിറാജൻ മുനീറാ, അഖില ലോകം മുഴുക്ക വെളിച്ചം കൊടുക്കുന്ന വിളക്കാണ് നബിയെ തങ്ങൾ എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും വലിയ വെളിച്ചം അതിന്റെ ഉറവിടം നബി തങ്ങളാണ്. പെട്ട ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അഅ്ളം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തുടങ്ങിയ മഹാന്മാരായ ആളുകൾ, വലിയ വലിയ മുഫസ്സിറുകൾ ഇതിന് പറഞ്ഞു വന്ന വെളിച്ചം, ഏറ്റവും വലിയ വെളിച്ചം റസൂലുള്ളാഹിയുടെ മുഖമാണ്. വല്ലൈലി ഇദാ സജ, കറുത്ത മുടി, റസൂലുള്ളാഹിയുടെ തലയിലുള്ള മുടി കറുത്ത മുടിയാണ്. അതാണ് മനുഷ്യന്റെ ഭംഗി. അതുകൊണ്ട് അല്ലാഹു സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, നബിയെ തങ്ങളെ അല്ലാഹു ഉപേക്ഷിച്ചിട്ടില്ല. നബി തങ്ങളോട് അല്ലാഹു തആല പറയുകയാണ്, തങ്ങളെ ദേഷ്യപ്പെട്ടിട്ടുമില്ല, ഉപേക്ഷിച്ചിട്ടുമില്ല. വലസൗഫ യുതീക റബ്ബുക ഫതർലാ, തീർച്ചയായും തങ്ങൾക്ക് അല്ലാഹു തആല തരും, എന്തു വേണമോ അത് മുഴുവനും തരും. ഫതർലാ, അപ്പോൾ അവിടുന്ന് പൊരുത്തപ്പെടും. അങ്ങനെ തുടങ്ങിയിട്ട് വദ്ദുഹാ വല്ലൈലി മുഴുവനും നബി തങ്ങളെ മദ്. അതിന്റെ അപ്പുറത്ത് അലം നശ്റഹ് ലക സദ്റക,
അങ്ങയുടെ ഹൃദയം നാം വിശാലമാക്കി തന്നില്ലയോ? വിശാലമാക്കി തന്നു. എങ്ങനെ വിശാലം? കൽബിന്റെ വെളിച്ചം. അതാണ് നബിതങ്ങൾ ഈ ദുനിയാവിലും ആഖിറത്തിലും വരാനിരിക്കുന്ന കാര്യങ്ങൾ അടക്കം ഗൈബിയായ അഗോചരമായ വസ്തുക്കൾ അവിടുന്ന് അറിയും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വ്യക്തമാക്കി തരികയുണ്ടായി. അലം നശ്റഹ് ലക സദ്റക. വെളിച്ചം വരുമ്പോഴാണ് ഇരുട്ട് പോകൽ. ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ചാൽ അപ്പോൾ അവിടെ ചുറ്റുഭാഗത്തുമുള്ള ഇരുട്ട് ഒന്നങ്ങോട്ട് മാറി. പിന്നീട് ഒരു വിളക്ക് കത്തിക്കുമ്പോൾ കുറച്ചുകൂടി ഇരുട്ട് മാറി. പിന്നീട് ബൾബ് കത്തിക്കുമ്പോൾ കുറച്ചുകൂടി ഇരുട്ട് പോയി. പിന്നെ ഇതാ ഈ കാണുന്ന വലിയ ഹലോജൻ ബൾബുകൾ കത്തിക്കുമ്പോൾ കുറച്ചുകൂടി ഇരുട്ടങ്ങോട്ട് മാറി. അങ്ങനെ വലിയ 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 വിളക്കുകൾ കത്തിച്ച് നേരം വെളുത്ത് സൂര്യനങ്ങുദിച്ചാൽ എല്ലാ ഇരുട്ടും പോയി. പിന്നെ എവിടെയും ഇരുട്ടില്ല, എല്ലാ സ്ഥലത്തും വെളിച്ചമായി പോയി. അതുപോലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹൃദയം 100% വിശാലതയും വെളിച്ചവും അറിവും ഉള്ളതായതുകൊണ്ട് അവിടുന്നതാ ലോകത്ത് മുഴുവനുമുള്ള വസ്തുക്കളെ അറിയുന്നു, വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയുന്നു, വന്ന കാര്യങ്ങൾ അറിയുന്നു. എല്ലാം ബശറിലുള്ള കാര്യങ്ങളും ദുനിയാവിലുള്ള കാര്യങ്ങളും എല്ലാം അവിടുന്ന് എടുത്തു പറയുകയാണ്. സഹോദരന്മാർ ചിന്തിക്കണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ എന്തെങ്കിലും ആക്ഷേപം ഒരാൾ പറഞ്ഞാൽ ഉടനെ അല്ലാഹു തന്നെ മറുപടി പറയും. അതുപോലെ റസൂലുള്ളാഹിയുടെ ആൺമക്കൾ മരിച്ചുപോയി. ഇബ്രാഹിം, അബ്ദുള്ള, ഖാസിം എന്ന പേരിൽ 3 ആൺകുട്ടികളുണ്ടായിരുന്നു. ഈ 3 ആൺകുട്ടികളും പുരുഷന്മാരാവുന്നതിന്റെ മുമ്പ് മരിച്ചുപോയി. പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് മരിച്ചുപോയി. സാധാരണഗതിയിൽ ഒരാളുടെ മക്കൾ മരിച്ചാൽ അദ്ദേഹത്തിനെ ചെന്ന് കണ്ട് സമാധാനിപ്പിക്കലാണല്ലോ മനുഷ്യന്റെ സ്വഭാവം. എന്നാൽ ഈ കൂട്ടർ നല്ല ചിരിച്ചിട്ട് മുഹമ്മദിന്റെ മക്കളൊക്കെ ഇല്ലാതെയായിപ്പോയി, ഇനി മുഹമ്മദിന് പിൻഗാമിയില്ല, ബറക്കത്തില്ല, മോശമായി പോയി എന്നൊക്കെ പറയാൻ തുടങ്ങി. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അതിന് മറുപടി പറയുന്നു. പക്ഷേ ആ മറുപടി നേരിട്ട് ഈ മുശ്രിക്കുകളോട് അല്ലാഹു തആല പറയുന്നില്ല. അല്ലാഹു തആല റസൂലുള്ളാഹിനെ അറിയിക്കുകയാണ്. ഇതറിയിക്കുന്നതിന്റെ മുമ്പ് നബി തങ്ങളെ സമാധാനിപ്പിക്കുന്നു. തങ്ങളെപ്പറ്റി ഇതൊക്കെ അവർ പറഞ്ഞുകൊള്ളട്ടെ, തങ്ങൾ ക്ഷമിക്കുക. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. തീർച്ചയായും തങ്ങൾക്ക് എത്രയോ അധികം അറ്റമില്ലാത്ത ഗുണങ്ങൾ അല്ലാഹു തആല തന്നിരിക്കുന്നു നബിയെ. എല്ലാ ഗുണങ്ങളും അവിടത്തേക്ക് തന്നിട്ടുണ്ട് നബിയെ. ഫസല്ലി ലിറബ്ബിക വൻഹർ. അതുകൊണ്ട് തങ്ങൾ നിസ്കാരവും തങ്ങളുടെ മറ്റ് ഇബാദത്തുകളും എല്ലാം നിലനിർത്തി അല്ലാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് നബി തങ്ങളോട് പറഞ്ഞ് സമാശ്വസിപ്പിച്ചതിന്റെ ശേഷം പറയുന്നു, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. തങ്ങൾ ഭാവിയില്ലാത്ത ആളാണെന്നും തലമുറയില്ലാത്ത ആളാണെന്നും ബർക്കത്ത് കുറഞ്ഞ ആളാണെന്നും പറഞ്ഞ അവനാണ് അങ്ങനെ അബുത്തറായ, വിഡ്ഢിയായ, ചീത്തയായ മനുഷ്യനായിട്ടുള്ളത്, തങ്ങളല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുകയാണ്. ഇങ്ങനെ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നബിതങ്ങളെ മദ്ഹും നബിതങ്ങളെ പ്രകീർത്തനവും പ്രശംസയും തന്നെയാണ്. നബിതങ്ങൾക്കെതിരിൽ ആരെങ്കിലും പറഞ്ഞാൽ അല്ലാഹു തആല അതിന് മറുപടി പറയുകയാണ്. അങ്ങനത്തെ നബിതങ്ങളെ പറ്റി ഒരു കേവല സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാൾ ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് പറയുകയല്ലാതെ വേറെ എന്ത് ചെയ്യാനാ? നമ്മൾ കൈവെട്ടുകാരല്ല.
നമ്മൾ കൈവെട്ടും തലവെട്ടും കാലുവെട്ടും നമുക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിച്ചു എന്നതിന്റെ പേരിൽ കൈവെട്ടിയ കൂട്ടരുണ്ട് ഇവിടെ. എന്താണ് നബി തങ്ങളോടുള്ളത് റഹ്മത്ത്? നമ്മൾ എന്ന് തന്നെ പറഞ്ഞു. നബി തങ്ങൾ അവിടുത്തെ മഹത്വത്തോടുകൂടി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നു. അതിനെതിരിൽ പറയുന്നവനെ ആശയം കൊണ്ട് ആശയത്തെ നേരിടുക, നിയമം കൊണ്ട് നേരിടുക. ഇതല്ലാതെ കൈവെട്ടും കാലുവെട്ടും അത് പാടില്ല എന്ന് നമ്മളന്ന് പ്രസ്താവന ഇറക്കി. പക്ഷേ ആ നിന്ദിച്ച കൂട്ടരാണ് ഇപ്പോൾ ഒരു പത്രം തന്നെ റസൂലുള്ളാഹിനെ നിന്ദിക്കാനായി നീക്കി വെച്ചു കൊടുത്തത്. എന്തൊരത്ഭുതം! പിന്നെ ചില ആളുകളുണ്ട് ബേജാറാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് ഖുറൈശികൾ ഒരു തർക്കം ഉണ്ടായി. കഅബം എടുക്കുന്ന സമയത്ത് ഹജറുൽ അസ്വദ് തൽസ്ഥാനത്ത് എടുത്തു വെക്കണം. അതിന് ഓരോ തറവാട്ടുകാരും വാദിച്ചു, ഞങ്ങളാണത് വെക്കേണ്ടത്, ഞങ്ങളാണത് വെക്കേണ്ടത്. ലോകത്ത് തുല്യതയില്ലാത്ത ഏക വിശ്വസ്തരായ വ്യക്തി എന്ന് ജനങ്ങൾ വിളിച്ചിരുന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് കടന്നു വരുന്നത്. എല്ലാവരും സമ്മതിച്ചു, അല്ലാമീനാണ് വരുന്നത്. റസൂലുള്ളാഹിയോട് ഈ കാര്യം പറഞ്ഞു. അവിടെ നിന്ന് വളരെ എളുപ്പത്തിൽ എന്തിന് നിങ്ങൾ തർക്കിക്കണം, കൊണ്ടുവരൂ ഒരു വസ്ത്രം, ഒരു തുണി കഷ്ണം. അങ്ങനെ തുണിക്കട്ടം ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഹജറുൽ അസ്വദ് എടുത്ത് ആ തുണിക്കഷ്ടത്തിൽ അവിടുത്തെ കൈകൊണ്ട് വെച്ചിട്ട് ഖുറൈശികളോട് പറഞ്ഞു, എല്ലാ തറവാട്ടുകാരും കൊണ്ട് വരും, തറവാടിന്റെ നേതാക്കളൊക്കെ വരൂന്ന് പറഞ്ഞു. എല്ലാവരും പിടിച്ചോട് എന്ന് പറഞ്ഞ് ഈ തുണിക്കട്ടത്തിന്റെ ചുറ്റുഭാഗത്തും എല്ലാ ഖുറൈശികളും പിടിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയി അവിടെ വെച്ച്. അപ്പോഴാ ഇവർക്ക് തോന്നുന്നു, ഇത്രയും ഈസിയായ ഒരു കാര്യം ഉണ്ടായിട്ട് നമ്മളെ തലയിൽക്കത് പോയില്ലല്ലോ, എളുപ്പമുള്ള. അതുപോലെ ഇപ്പോ ഈ ഷേറെ മുബാറക്ക് മസ്ജിദിനെ എതിർക്കുന്നവര് നമ്മൾ അതുണ്ടാക്കാൻ തീരുമാനിച്ച് വെറും 40 കോടി ഉറുപ്പിക 4 ലക്ഷം ആളുകളോട് 1000 രൂപ വീതം വാങ്ങാമെന്ന് പറഞ്ഞപ്പോ മുഅ്മിനീങ്ങളതാ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഞങ്ങളുടെ 1000 സ്വീകരിക്കണം, അത് തികയുന്നതിന് മുമ്പ് ഞങ്ങളെ 1000 സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ഫോണുകൾ വരികയാണ്. എന്ന് മാത്രമല്ല, പലരും അവിടെ ആ പള്ളിയുടെ അടുത്ത് ഞങ്ങൾക്ക് മരിച്ചു കിടക്കാൻ, ഞങ്ങൾക്ക് ഖബറ് കിട്ടാൻ, ഞങ്ങൾക്ക് വീട് ഉണ്ടാക്കാൻ ഇതിലൊക്കെ സൗകര്യമാവുമോ എന്ന് വരെ 4 ഭാഗത്തുനിന്നും ജനങ്ങൾ ഇങ്ങനെ ചോദിക്കാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി ഹജറുൽ അസ്വദ് വെച്ചപ്പോ ഇത് ഞമ്മക്കും പറയാമായിരുന്നല്ലോ എന്ന് തോന്നിയതുപോലെ ഒരു കൂട്ടർക്ക് പറ്റിപ്പോയല്ലോ, ഇത്ര എളുപ്പമുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞില്ലല്ലോ, ഒരു തോന്നലിപ്പങ്ങ് വന്നൂട്ടടാ. അതുകൊണ്ട് അതിനൊന്നും ആരും ബേജാറാവണ്ട. ആ പള്ളിയുടെ ഫോട്ടോ ആണിത്, അതിൻ്റെ കൂപ്പണാണിത്, 1000 രൂപയുടെ കൂപ്പണാണ്. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ഞാൻ തന്നെ തരുന്നതാണ്. അതിൻ്റെ പുറത്തുള്ളവരോട് നിങ്ങൾക്ക് വാങ്ങുകയും ചെയ്യാം. ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുദ്ധിയാണ് ഈ കണ്ടത്. गज गज के है तेरे आता पे पढ़ो सारे दुरूद रज रज के है या रसूल अल्लाह दा नारा लगाओ गज गज के है या रसूल अल्लाह दा नारा. ഇസ്ലാമിക് സീഡികളുടെ വിപുലമായ ശേഖരം ഫ്യൂച്ചർ ഗ്രൂപ്പ് മർക്കസ് കോംപ്ലക്സ് ബാബർ റോഡ് കോഴിക്കോട്. ഫോൺ 9995997778 9605999900.